ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ പൃഥ്വിയും ഷേർലിനും വഴക്കുണ്ടാക്കുകയാണ്. ഷേർലിനാണെങ്കിൽ പൃഥ്വിയുടെ പ്ലാൻ എല്ലാം ഫ്ലോപ്പായെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. പൃഥ്വി അപ്പോൾ പറയാണ്, ഞാനും ഇപ്പോൾ പാർട്ടിക്ക് പോവുകയാണ്, അവിടെ ചെന്നിട്ട് മോനിഷയോട് പറഞ്ഞു കൊടുക്കും എന്തൊക്കെ ചെയ്യണമെന്ന്. ഷേർലിൻ അപ്പോൾ പറയാണ്, ഞാനും വരാമെന്ന്. പൃഥ്വി അപ്പോൾ സമ്മതിക്കുന്നില്ല. നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടാൽ അത് പ്രശ്നമാകുമെന്നൊക്കെ പറയാണ്. ഷേർലിൻ അപ്പോൾ പറയാണ്, ഞാൻ നിനക്ക് എപ്പോഴും ലക്കിയല്ലേ, അതുകൊണ്ട് ഞാനും വരാമെന്ന്. പാർട്ടിയിലാണെങ്കിൽ കിരണും പ്രീതയും ഒരുമിച്ച് ഡാൻസ് ചെയ്യുകയാണ്. കിരൺ പ്രീതയോട് പറയാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണെന്ന്. ഈ പാർട്ടിയിൽ വന്നപ്പോൾ തൊട്ട് നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നെന്നൊക്കെ പറയുന്നു. കിരണിനോടാണെങ്കിൽ പ്രീത പറയാണ്, ഇന്ന് നിന്റെ വേറൊരു മുഖമാണ് ഞാൻ കണ്ടത്, ഇങ്ങനെ ഒരു മുഖം നേരത്തെ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ ചോദിക്കുകയാണ്, നേരത്തെ ഞാൻ എങ്ങനെയായിരുന്നു എന്ന്. പ്രീത അപ്പോൾ പറയാണ്, ഭയങ്കര അഹങ്കാരിയായിരുന്നു, അതുപോലെ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു എന്നൊക്കെ. എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും, അതുപോലെയാണ് പെരുമാറുന്നതെന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഇപ്പം നീ അങ്ങനെയല്ല, എന്നെ സംരക്ഷിക്കാനും അതുപോലെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നീ എത്ര റിസ്ക് വേണമെങ്കിലും എനിക്ക് വേണ്ടി ഇപ്പോൾ എടുക്കുന്നുണ്ടെന്നൊക്കെ പറയാണ്. അപ്പോൾ പ്രീതിയോട് പറയണം, നീ എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്, എത്രമാത്രം സ്പെഷ്യലാണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല, അത് എനിക്ക് പോലും അറിയത്തില്ല എന്ന് പറയാണ്. പ്രീതയും കിരണുമാണെങ്കിൽ ഒരുപാട് ഇഴുകി ചേർന്ന് ഡാൻസ് കളിക്കുന്നു. അത് കണ്ടിട്ട് സമീർ ആണെങ്കിൽ മനസ്സിൽ പറയുകയാണ്, ഇവർ രണ്ടുപേരും നല്ല ജോഡിയാണ്, നല്ല കപ്പിളാണ്. ഈ കാര്യം വിളിച്ചിട്ടാണെങ്കിൽ സൃഷ്ടിയോടും പറയണമെന്ന് വിചാരിക്കുന്നു. അതേസമയം സൃഷ്ടിയാണെങ്കിൽ വിചാരിക്കുകയാണ്, സമീറാണെങ്കിൽ പാർട്ടിയിൽ എൻജോയ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും, ആ പെണ്ണിൻ്റെ കൂടെ ഡാൻസ് കളിക്കുകയായിരിക്കുമെന്നൊക്കെ. എന്നിട്ട് ചുമ്മാതെ എന്നെ മിസ് ചെയ്യുന്നു എന്നൊക്കെ അവൻ കള്ളം പറഞ്ഞതാണെന്നൊക്കെ സ്വയം വിചാരിക്കുകയാണ്. സമീറാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ വിളിക്കുന്നു. അത് കണ്ടിട്ട് സൃഷ്ടിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും കട്ടാവുകയാണ്. സമീറാണെങ്കിൽ സൃഷ്ടിക്ക് മെസ്സേജ് ചെയ്യുന്നു, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്, ഫോൺ എടുക്കാൻ പറഞ്ഞിട്ട്. വിചാരിക്കുന്നത് സമീർ വിളിക്കുന്നത് എന്നോട് എല്ലാ കാര്യവും തുറന്നു പറയാൻ വേണ്ടിയായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഫോൺ എടുക്കുന്നത്. സൃഷ്ടി ഫോൺ എടുത്തിട്ട് ഒരുപാട് സന്തോഷത്തോടെ സംസാരിക്കുന്നു. സമീർ ഇപ്പോൾ വിചാരിക്കുകയാണ്, പ്രീത എല്ലാ കാര്യവും വിളിച്ച് സൃഷ്ടിയോട് പറഞ്ഞിരിക്കുമോ എന്ന്. സമീർ ചോദിക്കുന്നുണ്ട്, പ്രീത എല്ലാ കാര്യവും പറഞ്ഞോ എന്ന്. പക്ഷെ സൃഷ്ടി വിചാരിക്കുന്നത് സമീറും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണെന്ന്. സൃഷ്ടി വിചാരിക്കുകയാണ്, പ്രീത ചേച്ചിക്കും അറിയാമായിരിക്കും, അതുകൊണ്ടായിരിക്കും സമീറിനോട് പറഞ്ഞിരിക്കുന്നതെന്ന് കരുതി കുറച്ചറിയാമെന്നൊക്കെ പറയുകയാണ്. സൃഷ്ടിയാണെങ്കിൽ സമീറിനോട് സംസാരിച്ചു വരുമ്പോൾ മനസ്സിലാകുന്നു സമീർ ആണെങ്കിൽ പ്രീതയും കിരണിനെയുമാണ് ഉദ്ദേശിച്ചതെന്ന്. സൃഷ്ടി അപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഇവനപ്പോൾ എൻ്റെ ഫീലിങ്സിനെ കുറിച്ചല്ലേ സംസാരിച്ചതെന്ന്. സമീർ പറയാണ്, പ്രീതയും കിരണുമാണെങ്കിൽ പാർട്ടിയിലുണ്ടെന്നും അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് സന്തോഷത്തോടെ ഡാൻസ് ചെയ്തെന്നുമൊക്കെ. സൃഷ്ടിയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. സൃഷ്ടിക്ക് ശരിക്കും കരച്ചിൽ വരികയാണ്. സൃഷ്ടി ശരിക്കും കരുതിയത് സമീർ തന്നോടുള്ള ഇഷ്ടം പറയാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന്. സൃഷ്ടി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനി ഞാൻ അവനോട് ഇഷ്ടമാണെന്നേ പറയത്തില്ല, അവൻ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പുറകെ നടക്കണമെന്നൊക്കെ വിചാരിക്കുകയാണ്. ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് പ്രീതയാണെങ്കിൽ മുന്നോട്ട് നടക്കുമ്പോൾ കാല് തട്ടുന്നു. അത് കണ്ടിട്ടാണെങ്കിൽ കിരൺ പിടിച്ചിരുത്തിയിട്ട് കാലൊക്കെ തിരുമ്മി കൊടുക്കുകയാണ്. മോനിഷയാണെങ്കിൽ ഇത് കാണുന്നുണ്ട്. മോനിഷ വിചാരിക്കുന്നുണ്ട്, പ്രീതയോട് കിരൺ എന്താ ഇത്ര സ്പെഷ്യൽ എന്ന്. മോനിഷ വിചാരിക്കുകയാണ്, പ്രീതയെ കിരണിൽ നിന്നും അകറ്റണമെന്ന്. അതേസമയം നമ്പ്യാർ ഫാമിലിയിലാണെങ്കിൽ മഹേഷിനും രാധികയ്ക്കുമാണെങ്കിൽ പ്രീതയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. ആണെങ്കിൽ പ്രീതയുടെ കാല് തിരുമ്മി കൊടുക്കുന്നത് കണ്ടിട്ട് പ്രീത പറയണം, നീ ഇത്രയും ഓവർ ആക്ടിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ പറയണം, നീ എൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, നീ അവിടെ ഇരിക്കാനൊക്കെ പറയുകയാണ്. പൃഥ്വിയാണെങ്കിൽ പാർട്ടിയിലേക്ക് വരുന്നു. മോനിഷയെ വിളിക്കുകയാണ്. മോനിഷയെ വിളിച്ചിട്ട് വഴക്ക് പറയാണ്, നീ ആണെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആയിട്ടാണ് എല്ലാം ഫ്ലോപ്പ് ആയതെന്ന് പറഞ്ഞിട്ട്. മോനിഷയാണെങ്കിൽ തിരിച്ചു പൃഥ്വിയോട് പറയുന്നുണ്ട്, കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണമെന്നൊക്കെ. പൃഥ്വി പറയാണ്, മര്യാദ തരാൻ മാത്രം നീ അത്രയ്ക്ക് നല്ലവളൊന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടാണ് നീ ഇവിടെ വന്നത്, ഞാൻ പറയുന്നത് എന്താണോ അത് മാത്രം കേട്ടാൽ മതിയെന്ന് പറയുന്നു. മോനിഷ അപ്പോൾ പറയാണ്, ഞാൻ എപ്പോഴേ എല്ലാ കാര്യവും ചെയ്തു തീർത്തേനെ, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പ്രീത വന്നതാണ് പ്രശ്നമായത്, അവളെ കിരണിൻ്റെ അടുത്തുനിന്ന് മാറ്റിത്താ, എങ്കിൽ ഞാൻ എല്ലാം ശരിയാക്കാമെന്ന് പറയുന്നു. പൃഥ്വി ചോദിക്കുകയാണ്, ഇപ്പോഴും രണ്ടുപേരും ഒരുമിച്ചാണോ എന്ന്. മോനിഷ പറയാണ്, ഒരുമിച്ചാണ്, പക്ഷേ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് നിൻ്റെ കൂടെയല്ലേ, അവൾ പക്ഷേ കിരണിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ കല്യാണം ഒരു പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു. പൃഥ്വി അപ്പോൾ പറയാണ്, ഈ കല്യാണത്തിൽ ഞാനാണ് വിജയിക്കുന്നത്, പ്രീത ഞാനായിരിക്കും വിവാഹം കഴിക്കുന്നതെന്ന്. പ്രീതയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് എൻ്റെ കൂടെയാണ്, അതുകൊണ്ട് ഞാൻ എന്തു പറയുന്നതോ അത് മാത്രമേ പ്രീത കേൾക്കത്തുള്ളൂ. അപ്പോഴാണെങ്കിൽ അവിടേക്ക് ഷേർലിനും വരുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്